നമ്മുടെ കരിയർ എങ്ങനെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ആ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഒരു കരിയർ കൺസൾട്ടൻ്റാണ് നിങ്ങൾക്ക് വേണ്ട കൺസൾട്ടേഷനും നിർദ്ദേശങ്ങളും നൽകുന്നത്. കുട്ടികളുടെ പഠന കാലയളവിലുള്ള അവരുടെ യാത്ര, അതുപോലെ അവരുടെ ഭക്ഷണം താമസം ഒക്കെ സെക്യൂർ ആണോ, അവർക്ക് അവിടെ കോളേജിൽ എന്തെങ്കിലും റാഗിങ്ങോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ടെൻഷനും പേരൻസിനെ അലട്ടാറുണ്ട്. ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായിരിക്കും. കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ അവരവരുടെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. ഒരു പേഷ്യൻ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരു സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്യുന്നതും. അതായത് രോഗവിവരങ്ങളെ പറ്റിയിട്ട് വിശദമായിട്ട് അറിയാനും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനും ഡോക്ടർ എങ്ങനെ രോഗിയെ സഹായിക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ കരിയർ എങ്ങനെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ആ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഒരു കരിയർ കൺസൾട്ടൻ്റാണ് നിങ്ങൾക്ക് വേണ്ട കൺസൾട്ടേഷനും നിർദ്ദേശങ്ങളും നൽകുന്നത്. 100 കണക്കിന് കോഴ്സുകളും 1000കണക്കിനോ 10000കണക്കിനോ കോളേജുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് അതിൽ ഏത് കോളേജ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണോ എന്നുള്ളത് അവർക്ക് അറിയില്ലായിരിക്കും. അവരുടെ അഭിരുചി എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതാണ് പ്രധാനമായിട്ടും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ചെയ്തു കൊടുക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഫാക്കൽറ്റിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കുട്ടിക്ക് കോളേജ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കോളേജുകളും തന്നെ വിസിറ്റ് ചെയ്ത് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കൺസൾട്ടൻ്റെ സഹായമില്ലാത്ത കുട്ടികൾക്ക് സാധിക്കില്ല. കാരണം ഓരോ കോളേജ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ടൈം പോകുന്നു, അല്ലെങ്കിൽ പേരൻസിനൊക്കെ ലീവ് എടുത്ത് പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പ്രമുഖ സിറ്റികളായ ബാംഗ്ലൂർ, അതുപോലെ മംഗലാപുരം, കോയമ്പത്തൂർ, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം തന്നെ നമ്മളുടെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സമീപിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ആദ്യം തന്നെ അവരുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് കോഴ്സ് സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവരുടെ കോളേജ് സെലക്ഷൻ നമ്മൾ ചെയ്യുന്നത്. കോളേജിൻ്റെ അപ്രൂവൽസ്, അതുപോലെ തന്നെ അഫിലിയേഷൻസ്, കോളേജ് ഇരിക്കുന്ന ലൊക്കേഷൻ, അതുപോലെ അവിടെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ കോളേജിൽ റാഗിംഗ് ഉണ്ടോ അല്ലെങ്കിൽ കോളേജിൻ്റെ അക്കാഡമിക്സ് നല്ലതാണോ എന്നൊക്കെ ഉള്ളത് പ്രീവിയസ് സ്റ്റുഡൻസിൽ നിന്നുള്ള റിവ്യൂ എടുത്തതിന് ശേഷം ഞങ്ങളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് ഞങ്ങൾ പേരൻസിനും കുട്ടികൾക്കും നിർദ്ദേശിക്കാറുള്ളൂ. കുട്ടികളുടെ പഠന കാലയളവിലുള്ള അവരുടെ യാത്ര, അതുപോലെ അവരുടെ ഭക്ഷണം താമസം ഒക്കെ സെക്യൂർ ആണോ, അവർക്ക് അവിടെ കോളേജിൽ എന്തെങ്കിലും റാഗിങ്ങോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ടെൻഷനും പേരൻസിനെ അലട്ടാറുണ്ട്. അവിടെ നമ്മളൊരു ലോക്കൽ ഗാർഡിയനായിട്ട് ആക്ട് ചെയ്തിട്ട് അവരുടെ പഠന കാലയളവിൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും തികച്ചും സൗജന്യമായി തന്നെയാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായിരിക്കും. കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ അവരവരുടെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. അവരുടെ സ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അവർക്ക് ലോൺ വേണമെങ്കിൽ ലോൺ വേണ്ട അല്ലെങ്കിൽ ലോൺ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നു. ലോണിനോടുകൂടി മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചില വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ലോണിന് വേണ്ട പേപ്പർ വർക്കുകൾ, അതുപോലെ ബാങ്കിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ, ബാങ്കിൽ കൊടുക്കുന്ന പേപ്പറിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷൻസും എല്ലാം ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ സേവനങ്ങളെല്ലാം ഞങ്ങൾ നൽകുന്നതിനും വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. നമ്മൾക്കുള്ള റെമ്യൂണറേഷനും കാര്യങ്ങളും എല്ലാം കോളേജിൽ നിന്ന് തരുന്നതുകൊണ്ട് തന്നെ കോളേജിൽ ഒരു സ്റ്റുഡൻറ്റ് നേരിട്ട് പോയി എടുത്താൽ എന്ത് ഫീസിനാണോ അവർക്ക് ലഭിക്കുന്നത് അതേ ഫീസ് തന്നെയാണ് ഞങ്ങൾ ത്രൂ അഡ്മിഷൻ എടുക്കുമ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നത്. അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സെയിം ഫീസിൽ തന്നെ ഞങ്ങളുടെ അഡീഷണൽ സർവീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. +2 കഴിഞ്ഞ് ഒരു ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുന്ന കുട്ടികളെ അവരുടെ ഡ്രീം കോളേജിൽ എത്തിക്കുവാനും അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിൽ നല്ലൊരു കരിയറിൽ എത്തിക്കുവാനും ഗോകോ എഡ്യൂക്കേഷൻ എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും.